സംസ്ഥാനത്തെ അംഗൻവാടി ജീവനക്കാർക്ക് കേന്ദ്ര സർക്കാർ നൽകാനുള്ളത് കോടികളുടെ കുടിശ്ശികയാണ്. പോഷൺ അഭിയാൻ പദ്ധതിയിൽ മാസങ്ങളോളം ഇൻസെന്റീവ് മുടങ്ങി. പദ്ധതി പ്രകാരം 26 കോടി രൂപയാണ് സംസ്ഥാനത്തിന് ആകെ ലഭിക്കാനുള്ളത്. ഏറ്റവും കൂടുതൽ കുടിശ്ശിക കാസർഗോഡ് ജില്ലയിലാണ്. കുടിശ്ശിക കണക്ക് തെളിയിക്കുന്ന വിവരാവകാശ രേഖ റിപ്പോർട്ടിന് ലഭിച്ചു. അരുൺ പൂപ്രഭയുണ്ട് ഇപ്പോൾ സ്ഥലത്ത്. അരുൺ, ഗുഡ് മോർണിംഗ് അരുൺ. കോടിക്കണക്കിന് രൂപയാണ്. അംഗൻവാടിയുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റുകയാണോ? അരുൺകുമാർ, തീർച്ചയായും സംസ്ഥാനത്തെ അംഗൻവാടി ജീവനക്കാർക്ക് നൽകാനുള്ള ഇൻസെന്റീവ്, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പോഷൺ അഭിയാൻ പദ്ധതിയിലൂടെ നൽകാനുള്ള ഇൻസെന്റീവാണ്. അതായത് അവർ ചെയ്യുന്ന അംഗൻവാടിയിൽ ചെയ്യുന്ന ജോലിക്ക് പുറമെ അവർ ഈ പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണം, അതോടൊപ്പം തന്നെ ഗർഭിണികളുടെ പരിപാലനം, മുലയൂട്ടുന്ന അമ്മമാരുടെ നിരീക്ഷണം, അത്തരത്തിലുള്ള പരിചരണമൊക്കെ ഈ ജോലിക്ക് പുറമെ ഫീൽഡ് വർക്കായി നടത്തുന്നുണ്ട്. അതാണ് ഈ പോഷൺ അഭിയാൻ പദ്ധതി. അതിൽ 250 രൂപയാണ് പ്രതിദിനമായി നൽകുന്നത്. ആ ഇൻസെന്റീവ് മാസങ്ങളോളമായി മുടങ്ങിക്കിടക്കുകയാണ്. അതായത് സംസ്ഥാനത്താകെ 26 കോടി രൂപയാണ് നൽകാനുള്ളത്. അത് ഏറ്റവും കൂടുതൽ ഈ ജീവനക്കാർക്ക് കിട്ടാനുള്ളത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ മാത്രം അങ്കണവാടി ടീച്ചർമാർക്കും അതോടൊപ്പം തന്നെ ഹെൽപ്പർമാർക്കൊക്കെ 4 കോടിയോളം രൂപ ലഭിക്കാനുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ഒരു അംഗൻവാടിയിലാണ്. അവിടെ നമ്മൾ ജീവനക്കാർ, ടീച്ചർ ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. ടീച്ചർ, ഇത് മാസങ്ങളോളമായി ഇൻസെന്റീവ് മുടങ്ങിക്കിടക്കുകയാണോ? എത്രത്തോളം നിങ്ങൾക്ക് കിട്ടാൻ? 60 മാസമായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾക്ക് ആകെ 84 മാസമായി ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. പോഷൺ അഭിയാനുമായി ബന്ധപ്പെട്ട പോഷൺ ട്രാക്കർ പദ്ധതി. അതിൽ 24 മാസത്തെ മാത്രമാണ് ഞങ്ങൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ കാസർഗോഡ് ജില്ലയിലെന്ന് അറിയുമ്പോൾ ഞങ്ങളുടെ ഓഫീസേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണോ എന്നുള്ളത് ഞങ്ങൾക്ക് അവിടുന്ന് ചോദിക്കണമെങ്കിൽ ഞങ്ങൾ വിവരാശം വെച്ച് ചോദിക്കേണ്ടിയിരിക്കുന്നു എന്താണ് ഇതിന് കാരണമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് മൊത്തമായി ഇപ്പോൾ പറയുമ്പോൾ സംസ്ഥാന തലത്തിലെടുത്ത വിവരാശ രേഖയുടെ ഭാഗമായി ഞങ്ങൾക്ക് കിട്ടാനുള്ളത് 60 മാസത്തെ ഇൻസെൻറ്റീവ് മുടങ്ങിക്കിടക്കുകയാണ്. അതായത് 500 രൂപ വർക്കർക്കും 250 രൂപ ഹെൽപ്പർക്കുമാണ്. അത് വളർച്ചാ നിരീക്ഷണം, അതുപോലെ തന്നെ അംഗൻവാടി ഓപ്പൺ, അതുപോലെ 60% ഹൗസ് വിസിറ്റ്. അംഗൻവാടിയിലെ നിങ്ങളുടെ പ്രതിദിന ജോലിക്ക് പുറമെയാണ് ഫീൽഡ് വർക്കായിട്ട് വൈകുന്നേര സമയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് സമയം എന്ന് പറഞ്ഞാൽ ഞങ്ങളത് 9:30 to 4:30, 9:30 to 3:30 അംഗൻവാടിയിലും 3:30 to 4:30 ഹൗസ് വിസിറ്റുമാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടത്. അതാണ് ആ ചെയ്യുന്നതിൽ നമുക്ക് കിട്ടുന്ന ഈ പറഞ്ഞ ഇൻസെൻറ്റീവ് ഉണ്ടല്ലോ, അത് 500 രൂപ അംഗൻവാടി വർക്കർക്ക് കിട്ടണമെങ്കിൽ രാവിലെ 9:00 ഓപ്പൺ ചെയ്യണം. അംഗൻവാടി പോഷൻ ട്രാക്കറിൽ ഓപ്പൺ ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങൾ കുട്ടികളുടെ നിരീക്ഷണം ഒരു മാസത്തിൽ ഇപ്പം ഞങ്ങൾക്ക് ചുരുക്കി തന്ന 15 ദിവസത്തിനുള്ളിൽ അത് നിങ്ങൾ പൂർത്തീകരിച്ച് തരണം എന്നാണ്. അത് 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളുടെയും നമ്മുടെ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെയും ഏരിയയിലുള്ള, ഞങ്ങൾക്ക് അംഗൻവാടി ഏരിയ എന്ന് പറയുന്നത് 1000-1500 പോപ്പുലേഷൻ ഉള്ളവരുണ്ട്, 800 താഴെയുള്ളവരുണ്ട്. ആ ഏരിയയിലുള്ള മുഴുവൻ കുട്ടികളുടെയും തൂക്കമെടുത്ത് പോഷൻ ട്രാക്കറിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ഈ കിട്ടേണ്ട ഇൻസെൻറ്റീവ് കിട്ടുന്നുള്ളൂ. പക്ഷേ ഏകദേശം എല്ലാവരും നന്നായി ചെയ്യുന്നു, എല്ലാ പ്രവർത്തകരും നന്നായി ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഞങ്ങൾക്ക് ഈ പോഷൻ ട്രാക്കറിൻ്റെ ഭാഗമായി 2019 തന്ന ഒരു ഗുണനിലവാരമില്ലാത്ത ഫോൺ വെച്ച് ഞങ്ങൾക്ക് ചെയ്യാത്തതിൻ്റെ പേരിൽ ഞങ്ങളുടെ പേഴ്സണൽ ഫോണിൽ ഞങ്ങളുടെ സിം ഉപയോഗിച്ച് ഞങ്ങൾ റീചാർജ് ചെയ്ത പൈസ കൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൽ നിന്ന് പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ മുടക്കുകയും ചെയ്യും. അല്ല, ഇപ്പോൾ 84 മാസം 24 മാസമാണ് ആകെ കിട്ടിയിരിക്കുന്നത്. ബാക്കി 60 മാസം ഞങ്ങൾ ചെയ്യുന്നതല്ലേ ഞങ്ങൾ കയ്യിൽ നിന്ന് അതാണല്ലോ പോഷൻ അഭിയാന്റെ ഭാഗമായി അവകാശപ്പെട്ടതാണിത്. അപ്പോൾ പിന്നെ ഇവർ തരുന്നില്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഓമന പേരിട്ട് വിളിക്കേണ്ടതില്ലല്ലോ. ഞങ്ങളുടെ രജിസ്റ്ററുമായി അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൃത്യമായി നല്ലൊരു ഫോൺ തരിക എന്നതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏരിയ അങ്ങനത്തെയാണ്. ഞങ്ങൾ ഈ ഗുണനിലവാരം കുറഞ്ഞ ഞങ്ങൾക്ക് ഒരു 5000-6000 ഫോണാണ് തന്നത്. അതേപോലെ ഈ ഗർഭിണികളുടെ പരിപാലനം, ഗർഭിണികൾക്കുള്ള ഫുഡ് പോലും കുറച്ചു. ഗർഭിണികൾക്ക് മുലയൂട്ടുന്ന അമ്മമാർക്ക് കേന്ദ്രം തരേണ്ട വിഹിതം വെട്ടിക്കുറച്ച് ഇപ്പോൾ നമുക്ക് കൃത്യമായി ഗർഭിണികൾക്ക് മുലയൂട്ടുന്ന അമ്മമാർക്കും ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്കും കൂടി അംഗൻവാടി പ്രവർത്തകർ പോയിട്ടുണ്ട്. അവരൊക്കെ ഈ ബെനിഫിഷ്യറീസൊക്കെ അംഗൻവാടിക്കാർക്കെതിരെയാണ് പരാതിയുമായി വരുന്നത്. അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കേണ്ട 60% എല്ലാ വകുപ്പിലും, ഫുഡിൻ്റെ കാര്യത്തിലും ഓണറേറിയത്തിൻ്റെ കാര്യത്തിലും എല്ലാ വകുപ്പിലും 60% കേന്ദ്ര ഗവൺമെൻറ് നൽകാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണല്ലോ ഇത്. 1975 ആരംഭിച്ച് ഇന്ന് എത്തിയിരിക്കുന്ന 51 വർഷം പിന്നിട്ടിട്ടും അംഗൻവാടിക്കാരെ തഴയുന്ന ഒരവസ്ഥയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത്.
മറിച്ച് പിന്നെ കോവിഡ് കാലത്ത് പോലും ഓണറേറിയം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് തരേണ്ടത് കൃത്യമായി ഒരു 10 പൈസ പോലും ഞങ്ങൾക്ക് കുറക്കാതെ കൃത്യമായി കെട്ടിയിട്ടുണ്ട് ഓണറേറിയത്തിൻ്റെ അകത്തിൽ. അതും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതം ഈ ഒരു 6-7 മാസമായിട്ട് മുടങ്ങി വരികയാണ്. മുടക്കിയതല്ല, പിന്നത്തെ മാസം അപ്പോഴേക്കും ഞങ്ങളെ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്ത് ഞങ്ങളെ കുടുംബജീവിതം മുന്നോട്ട് പോകാനുള്ള ഒരു അവസ്ഥ, ഞങ്ങളെ ജീവിതം വഴിമുട്ടിച്ചുകൊണ്ടാണ്. ഉടൻ തന്നെ ഈ നിലവിലുള്ള ഇൻസെന്റീവ് കുടിശ്ശിക തരണം എന്നാണ്. അതെ, എത്രയും പെട്ടെന്ന് ഈ കുടിശ്ശിക നിവാരണം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഗുണനിലവാരമുള്ള ഒരു ഫോൺ തന്നുകൊണ്ടായിരിക്കണം എനിക്ക് കേന്ദ്രമായാലും തീർച്ചയായിട്ടും ഈ അമ്മമാരുടെ അംഗൻവാടി ടീച്ചർമാരുടെ ആവശ്യം ന്യായമാണ് എന്ന കാര്യത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സംശയമില്ലല്ലോ.